ഓക്കെ, എന്താണ് ബെഞ്ച് മാർക്കിംഗ്? ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ, ആ കമ്പനീസും നമ്മുടെ കമ്പനിയുടെ പെർഫോം തമ്മിൽ ഒരു കമ്പാരിസൺ ചെയ്ത് നമ്മുടെ കമ്പനിയിലെ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഒരു കമ്പാരിസൺ ഗെയിമാണ്. വേറൊരു കമ്പനിയുടെ പ്രോസസ്സും നമ്മുടെ കമ്പനിയുടെ പ്രോസസ്സും തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണു. അടുത്തത് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ആണ്. നമ്മുടെ ബുക്കിൽ 6 ടൈപ്പ് ബെഞ്ച് മാർക്കിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പ്രൊഡക്റ്റ് ബെഞ്ച് മാർക്കിംഗ്, അതായത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. പിന്നെ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, പിന്നെ പ്രോസസ് ബെഞ്ച് മാർക്കിംഗ്, പിന്നെ ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്, സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്, ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ബെഞ്ച് മാർക്കിംഗ്. ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നും പറയാം. ഇതൊരു പഴയ ഒരു മെത്തേഡാണ് ആക്ച്വലി. അതായത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു, അത് പൊട്ടിച്ച് നോക്കുന്നു, അത് കഷ്ണങ്ങളാക്കി മാറ്റുന്നു, എന്നിട്ട് ഓരോ കഷ്ണങ്ങളും നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് അത് നമ്മുടെ പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യണം. ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത്, വേണ്ടി വരിക. അതായത് ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ പാക്കിംഗ്, അല്ലെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ ക്വാളിറ്റി, അല്ലെങ്കിൽ പെർഫോമൻസ്, ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിലൊക്കെ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മികച്ചതാക്കാൻ പറ്റും. അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്റ്റ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് എന്താ? കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ്. കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഫീൽഡിലുള്ള കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ്, സ്ട്രാറ്റജീസ്, ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ പ്രോസസ്സ് എല്ലാം കൂടി നമ്മൾ കമ്പയർ ചെയ്യും നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ആയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ സെയിം ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസ്, നമ്മുടെ കമ്പനീസിൻ്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഏരിയാസാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് പ്രോസസ് ബെഞ്ച് മാർക്കിംഗാണ്. പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പല ഫീൽഡിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കമ്പനിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ചിലപ്പോൾ ഇവർക്ക്, പക്ഷേ കോമൺ ആയിട്ടുള്ള ചില ബിസിനസ് പ്രോസസ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ബില്ലിംഗ് സെക്ഷൻ, ലോജിസ്റ്റിക്സ്, അതൊക്കെ ചിലപ്പോൾ കോമണാണ് അല്ലേ. നമ്മുടെ കമ്പനിക്ക് അതുണ്ട്, അവരുടെ കമ്പനിക്കും ഉണ്ട്. പക്ഷേ അവർ നല്ല രീതിയിൽ നല്ല ബെറ്റർ മെത്തേഡ്സ് വെച്ചിട്ടാണ് അവർ ഈ ഒരു പ്രോസസ്സ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോസസ്സും നമ്മുടെ കമ്പനി നമ്മളെടുക്കും, എന്നിട്ട് ആ പ്രോസസ്സ് നമ്മൾ കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യും. ആ ലീഡിങ് കമ്പനിയുടെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യം വരുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും, ആ ലീഡിങ് കമ്പനീസ് യൂസ് ചെയ്ത നല്ല നല്ല മെത്തേഡ്സ് ഉണ്ടാവും, ആ മെത്തേഡ്സ് നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതിനെയാണ് നമ്മൾ പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗാണ്. ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിം ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, ഡിവിഷൻസ് ഉണ്ടാവും, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് പല സ്ഥലത്തായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഡിവിഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറോൾ കമ്പാരിസൺ ചെയ്യും പെർഫോമൻസ് വൈസായിട്ട്. എന്നിട്ട് ഏതൊക്കെ ഡിവിഷനാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ പെർഫോം ചെയ്യണത്, ആ ഡിവിഷൻ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും. എന്നിട്ട് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത് ആ ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നല്ല ഒരു ഇൻറ്റേർണൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്ത് മറ്റുള്ള ഡിവിഷൻ്റെ ഒപ്പം എത്തിക്കാൻ നോക്കും. ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഓക്കെ, അതിനെയാണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്. സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ കുറേ നാൾ ഇങ്ങനെ ആ സെയിം പൊസിഷൻ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ലോങ് ടേമായിട്ട് സക്സസ് അച്ചീവ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ കമ്പനീസും അവരുടെ അതായത് ടോപ്പിൽ നിൽക്കുന്ന കമ്പനീസിൻ്റെ ബിസിനസ് മോഡൽസ്, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യും, അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവരെ പോലെ എത്താൻ വേണ്ടിയിട്ട്, അവരുടെ ആ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം സക്സസ് പ്ലാൻ, കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ്, അത് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ വേറൊരു എക്സ്റ്റൻഷൻ, ഒരു ഫോമാണ് ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് കമ്പനീസ് ഉണ്ടാവും. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റോ പെർഫോമൻസായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അവർ യൂസ് ചെയ്യണ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്, അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ യൂസ് ചെയ്യണ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ടാവും, അത് നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ ഒരു കമ്പാരിസൺ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോസസ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രോസസ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ ആദ്യം പ്ലാനിങ് ആണ്, അതായത് അത് സ്റ്റേജ് 1 ആണ്. അപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഏതൊക്കെ ഏരിയാസാണ് ബെഞ്ച് മാർക്കിംഗ് ആവശ്യമുള്ള ആ ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഏരിയാസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഏരിയാസിൽ എക്സ്പേർട്ടായിട്ടുള്ള കമ്പനീസ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, കമ്പനീസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ബെഞ്ച് മാർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയും. കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കമ്പനിയാണോ യൂസ് ചെയ്യണേ അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് പാർട്ട്ണർ. ഓക്കെ, അതാണ് സ്റ്റേജ് 1ൻ്റെ അകത്ത് പറയുന്നത്. അടുത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്കിംഗ് പാർട്ട്ണർ നമ്മൾ സെലക്ട് ചെയ്തല്ലോ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡാറ്റാസ് ഉണ്ടാവും, ഇൻഫോർമേഷൻസ് ഉണ്ടാവും. നമ്മളത് കളക്ട് ചെയ്യുക. അതായത് ആ ബെഞ്ച് മാർക്കിംഗ് പാർട്ട്ണർ ആ കമ്പനീസ് ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യണത്, ഏതൊക്കെ പ്രാക്ടീസസാണ്, ബെസ്റ്റ് മോഡൽസാണ് അവർ യൂസ് ചെയ്യണത്, ഈ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഏതൊക്കെ സ്ട്രാറ്റജീസാണ് അവർ യൂസ് ചെയ്യണത്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുക, സർവേ കണ്ടക്ട് ചെയ്യുക. അപ്പം നമുക്ക് പല ഇൻഫോർമേഷൻസും പല ഡാറ്റാസും നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഈ സ്റ്റേജിൻ്റെ അകത്താണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ കറൻറ്റ് പെർഫോമൻസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കാം. ആ ഏറ്റക്കുറച്ചിലുകൾ മാറാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 4, റെക്കമെൻഡേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ സ്റ്റേജിൻ്റെ അകത്ത് പറയണത്, ഇപ്പോൾ നമ്മൾ പ്ലാൻ തയ്യാറാക്കിയല്ലോ, ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കമ്പനിയുടെ ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലോട്ട് ഈ പറയുന്ന ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ അപ്ലൈ ചെയ്യുക, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 5, മോണിറ്ററിങ് ആൻഡ് റിവ്യൂ. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ, അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് റിസൾട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ആ പറയണ ആ ഏറ്റക്കുറച്ചിലുകൾ കുറയുന്നുണ്ടോ, ആ ഗ്യാപ്പ് കുറയുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രോസസ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. പ്രീ റിക്വസിറ്റ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്, അതായത് ഒരു ബെഞ്ച് മാർക്കിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേക്കാളും മുമ്പ് കമ്പനി എങ്ങനെ തയ്യാറെടുക്കണം, ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 1, കമ്മിറ്റ്മെൻറ്റ്. എല്ലാ മാനേജ്മെൻറ്റ് ലെവൽസിലുള്ള സീനിയർ മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ഫുള്ളി സപ്പോർട്ട് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് ബെഞ്ച് മാർക്കിംഗ് സക്സസ് ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്ലാരിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എന്തിനാണ് ഈ ബെഞ്ച് മാർക്കിംഗ് ചെയ്യണത്, അതിൻ്റെ ഫുൾ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആരുടെ അടുത്ത്, ബെഞ്ച് മാർക്കിംഗ് ടീമിൻ്റെ അടുത്ത്. ഇനി അടുത്ത അപ്രോപ്രിയേറ്റ് സ്കോപ്പ്, അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കും ഈ ബെഞ്ച് മാർക്കിംഗ്
ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുമല്ലോ, അത് മാച്ചിങ് ആയിരിക്കണം. ഓക്കെ. പിന്നെ റിസോഴ്സസ്, അതായത് ബെഞ്ച് മാർക്കിംഗ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഒരു സമയത്തിനുള്ളിൽ എന്തായാലും കഴിയണം. അപ്പോൾ അങ്ങനെ കഴിയണമെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ആവശ്യത്തിനായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഇനി സ്കിൽസ്, ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്നത് ബെഞ്ച് മാർക്കിംഗ് ടീംസാണ്. അപ്പോൾ ആ ബെഞ്ച് മാർക്കിംഗ് ടീംസിലുള്ള ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള സ്കിൽസ് വേണം, എക്സ്പേർട്ട് നോളജ് വേണം, എക്സ്പീരിയൻസ് വേണം, കോമ്പിറ്റൻസീസ് വേണം. ഓക്കെ. ഇനി അടുത്ത കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാഫ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അവരുടെ അടുത്ത് ഈ ബെഞ്ച് മാർക്കിംഗ് എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യണു അതിൻ്റെ ഫുൾ റീസൺ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ഓക്കെ. അടുത്തത് ഡിഫിക്കൽട്ടീസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേക്കാളും മുമ്പുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം കൺസ്യൂമിങ്, അത് ബെഞ്ച് മാർക്കിംഗ് ശരിക്കും കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഭയങ്കര ചിലവുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ഈസി ടാസ്ക് അല്ല ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. എല്ലാ മാനേജേഴ്സും ആദ്യമൊക്കെ അവർ സഹകരിക്കും, അത് കഴിയുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒന്നും ഡെലിഗേറ്റ് ചെയ്യില്ല, മര്യാദയ്ക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ വരും. അടുത്തത് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, അതായത് ആ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല പുതിയൊരു സിസ്റ്റം വരുമ്പോൾ. അപ്പോൾ അവർ കുറേയൊക്കെ തടസ്സങ്ങളുണ്ടാക്കും, റെസിസ്റ്റ് ചെയ്യും. ഇനി അടുത്ത പേപ്പർ ഗോൾസ്. ചില കമ്പനീസൊക്കെ ഈ ഒബ്ജക്റ്റീവ്സൊക്കെ നന്നായിട്ട് എഴുതി വയ്ക്കും. ഇന്ന സമയത്ത് ചെക്ക് ചെയ്യണം, ഇന്ന സമയത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യണം, ഇന്ന സമയത്ത് പെർഫോമൻസ് മെഷർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റിയിൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ ആക്ഷൻസ് പോലും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല കറക്റ്റ് സമയത്ത്. അതിനെയാണ് പേപ്പർ ഗോൾസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത കോപ്പി പേസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ. കോപ്പി പേസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനീസൊക്കെ ഒരു പ്രിക്കോഷനും എടുക്കാതെ വേറെ കമ്പനീസ് എന്തൊക്കെയാണോ നല്ല മെത്തേഡ്സ് യൂസ് ചെയ്യണം അത് തന്നെ സ്വന്തം കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ അതെപ്പോഴും സക്സസ് ആവണമെന്നില്ല. ഓരോ കമ്പനി കൾച്ചർ വേറെ ആയിരിക്കും, നീഡ്സൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഒരു കമ്പനിക്ക് ചിലപ്പോൾ ആ മെത്തേഡ് ചിലപ്പോൾ സക്സസ് ആയിരിക്കും, ചിലപ്പോൾ വേറെ കമ്പനിക്ക് ചിലപ്പോൾ അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഫെയിലിയേഴ്സും വരാം. ഓക്കെ.